ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന മാറ്റമൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ഫ്ലോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഏകദേശം മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു ഈ ഭാഗത്ത്. ഈ ഒരു ഏരിയ റീജിയൻ വരെയാണ് ഇന്നലെ വന്നത്. ഇന്നലെ വന്ന് അതവിടെ സ്റ്റോപ്പാണ് ചെയ്തത്. ഇന്ന് നമുക്ക് പ്രതീക്ഷിച്ചത് മിനിമം ഇവിടെ വരെയെങ്കിലും വരണം എന്നുള്ളൊരു ചെറിയൊരു ബാലൻസ്, അത് വളരെ ചെറിയൊരു മൈന്യൂട്ട് ബാലൻസ് ബാക്കിയുണ്ടായിരുന്നു. 260 മിനിമം ടാർഗറ്റ്, മാക്സിമം ടാർഗറ്റ് ഇവിടെ വരെ. അപ്പോൾ ഏകദേശം ഒരു 25,891 വരെയൊക്കെ വരാം എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൻ്റെ അടുത്ത സെഗ്മെൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് കയറി ഒരു 38% കയറിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നിയർലി ടാർഗറ്റ് ആയിട്ടുണ്ടായിരുന്നു. 38% അടുത്ത് കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത റീടെസ്റ്റ് പോയിന്റിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കൂടുതൽ വരാൻ പോസിബിലിറ്റി ഉള്ളത്. അതായത് ഇത് മൊത്തത്തിലൊരു സ്ട്രക്ചറായിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 25,770 ഈ ഒരു റേഞ്ചാണ്. ഇതൊരു റീടെസ്റ്റ് പോയിൻ്റാണ്. ഈ റീടെസ്റ്റ് പോയിൻ്റ് കയറി ഒരു 25,900 ഉള്ളിൽ വന്നിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് തിരിച്ചറിയി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ സ്റ്റാർട്ടാവും. ഇവിടുന്ന് ബോട്ടം വിട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ സ്റ്റാർട്ടാവും. അത് നാളെ അറിയുള്ളൂ. പിന്നെ ഇവിടെ അടിച്ചിട്ട് വേണമെങ്കിൽ കയറിപ്പോകും. ഇവിടെ വലിയ സപ്പോർട്ടുകളുണ്ട്. ഹയർ ടൈം ഫ്രെയിമുകളിൽ സപ്പോർട്ടുകളുണ്ട്. പുട്ട് സൈഡിൽ, അതായത് ഷോർട്ട് സൈഡിൽ താഴേക്കുള്ളതിൽ ഇവിടെയൊക്കെ വലിയ സപ്പോർട്ടുകളുണ്ട്. ചിലപ്പോൾ ഇത് ബൗൺസ് ചെയ്ത് ഇവിടെ നിന്ന് കയറി ഇതിന് ഇൻവാലിഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതുള്ളത് കൊണ്ട്. കുറച്ചും കൂടി വലിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ അറിയാം. ഒരു റീജിയനിലാണ് 50% നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പൊതുവേ ഈ ഫോർത്ത് വേവ് കണക്കുള്ളത് ഇങ്ങനെ വന്നിട്ട് നേരെ വരാറില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയ സൈസിൽ തന്നെ നമുക്ക് ബാരിഷ്നെസ് തുടങ്ങി എന്നൊക്കെ പറയാം. ഇവിടെ വന്നിട്ട് മിക്കവാറും ഇവിടെ കയറി ചിലപ്പോൾ ഇതിനുള്ളിൽ കളിച്ചിട്ട് ചിലപ്പോൾ 24,500 വരെ പോകാം. അത് ഇവിടെ വരണ ചെറിയ കാൻഡിലുകൾക്ക് ചെറിയ പാറ്റേൺ ഏതാണോ അത് നോക്കിയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ ഏറ്റവും ഷോർട്ട് ടൈമിലേക്ക് പറയാവുന്നത് ഈ ഒരു ലാസ്റ്റ് വേരിയേഷൻ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടാവും നോക്കിയാൽ മതി. അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് ഈ ഒരു ഒറ്റ ലാസ്റ്റ് വേരിയേഷൻ ഉണ്ട്. ഇന്ന് വൈകുന്നേരം വന്ന ഒരു ലാസ്റ്റ് താഴത്തേക്ക് വന്ന് നമ്മളെ ഉദ്ദേശിച്ച ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി 38% ഇറങ്ങിയതുകൊണ്ട് ഇത് ഇനിയും വരാം. ഇത് ഇവിടെ തന്നെയാണ്. ഈ 78% റീട്രേസും 25,800 നിയർലി ഈ ഒരു ഗ്യാപ്പാണ് നിൽക്കുന്നത്. 25,760, 25,794 ഈ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും. ഇത്രയും ഫോഴ്സിൽ നിൽക്കുന്നൊരു പാറ്റേൺ ആയതുകൊണ്ട് ഗ്യാപ്പ് ഡൗൺ അടിച്ച് കയറിപ്പോകാൻ സാധ്യത. ഇനിയിപ്പോൾ വലിച്ച് കയറ്റിയാൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം റീടെസ്റ്റ് ആയിട്ട് ഇറങ്ങിയാൽ നമുക്ക് ഈ ഒരു ബെയറിഷ്നെസ്സിനെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നാളത്തെ പ്രത്യേകിച്ച് ട്രേഡ് മോഡ് പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞൊരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസാണ് കൂടുതലുള്ളത്. പക്ഷെ ഇവിടുന്ന് ബൈ ചെയ്യുന്നത് നല്ലതല്ല. ഇവിടുന്ന് ഒരു റീടെസ്റ്റ് കിട്ടി കയറി തുടങ്ങിയാൽ മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ബെയറിഷ്നെസ് ആയതുകൊണ്ടും ഈ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് കയറി റീടെസ്റ്റ് ചെയ്ത് ഇറങ്ങിയാൽ നമുക്ക് താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കാണാമെന്നല്ലാതെ ഇതിൻ്റെ റിവേഴ്സൽ എടുക്കുന്നത് അത്ര സേഫ് അല്ല. അതൊരു ഡയറക്ഷണൽ മാർക്കറ്റിൻ്റെ റിവേഴ്സ് എടുക്കുന്നത് നല്ലതല്ല. എപ്പോഴും മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏരിയയിലേക്കുള്ള റിവേഴ്സുകൾ, അതായത് ഇത് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്ന് കയറിയിട്ട് ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ 25,978 ഈ ഒരു പോയിന്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബോട്ടം സൈഡിൽ നിന്ന് 25,800 നേരെ കയറി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 25,900 എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ റിവേഴ്സൽ എടുക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അത്യാവശ്യം ഒരു 10-30 പോയിന്റ് ഇവിടെ കിട്ടും. പക്ഷേ നമ്മൾ ഡയറക്ഷൻ മാർക്കറ്റിൻ്റെ റിവേഴ്സ് എടുക്കുന്നതിൽ കഥയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് റീടെസ്റ്റ് പോയിന്റ് ആണ്. ഇത് തിരിച്ച് ഇവിടെ വരെ വരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പുട്ട് ഓപ്ഷനൊക്കെ നോക്കാവുന്നതാണ്. ഈ ഒരു റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസിനെ കണക്കാക്കിയിട്ട് ശേഷം അത് തിരിച്ച് വന്ന് ബ്രേക്കൊക്കെ ചെയ്താലും നല്ല രീതിക്ക് ഫ്ലോ ഉണ്ടാവും. ബ്രേക്ക് ചെയ്യണതിൻ്റെ അവിടെ പിന്നെയും ഇവിടുന്ന് ഒരു വേരിയേഷൻ വരുമ്പോൾ ആ വേരിയേഷൻ്റെ കൂടി സ്ട്രെങ്ത് അനുസരിച്ചാണ് ബ്രേക്കൗട്ട് നടക്കുക. അപ്പോൾ നല്ല രീതിയിൽ ക്യാൻഡിൽ ഇവിടെ സ്റ്റാൻഡ് ആവണം. ഈ ഒരു റീജിയന് താഴെ 25,700 താഴെ നല്ലൊരു ക്യാൻഡിൽ സ്റ്റാൻഡ് ആവണം റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അത് വരാണിച്ചെങ്കിൽ ഏകദേശം ഈ ഒരു മോഡലായിരിക്കും വരിക.
ഇവിടെ വന്ന് 2500 ഈ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് കയറി 38 അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എഡ്ജ് വരെ വരാന്ന് വെച്ചെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഒരു ബേസ്മെൻ്റൊക്കെ വന്നിട്ടാവും വരിക. ആ ബേസ്മെൻറ്റ് മിക്കവാറും താഴ്ത്തിക്ക് പൊട്ടിക്കും. ഇതന്നെ പൊട്ടിക്കാൻ ഫോഴ്സ് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു റീടെസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ ഈ ഒരു പോയിന്റ് നിന്ന് ഇനിയും റീടെസ്റ്റ് കിട്ടി കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി ഒരു റീടെസ്റ്റൊക്കെ ഇവിടെയും കൂടി ഒരു 2 ക്യാൻഡിൽ ഒരു റീടെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ ഫ്ലോ അടിക്കുന്നുണ്ടാവും 24,500 24,400 റേഞ്ചിലേക്ക് ഇടിഞ്ഞുത്തി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നിലവിലുള്ള ആ ഒരു 1 അവറിൻ്റെ സ്ട്രക്ചർ സ്റ്റേബിളായി നിൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് മൊമെൻ്റ് ആണിത്. ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൊത്തം സ്ട്രക്ചർ ഏകദേശം കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ നിലനിൽക്കുകയാണെങ്കിൽ തിരിച്ച് കയറും. നമുക്കൊരു 26,500 വരെ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വിചാരിക്കാം. അത് ഇവിടെ നിന്നുള്ള റീടെസ്റ്റ് കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. അതായത് നാളെ തീരുമാനമാവും ഈ ഒരു ഏരിയ. അതൊരു കൺസോൾട്ടേഷൻ ഏരിയ കൂടിയാണ് ഈ ഏരിയ. അപ്പോൾ ഇതിൻ്റെ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് കയറുന്നതായിരിക്കും ഓപ്ഷൻ ബൈയിങ്ങിന് നല്ലത്. അല്ലെങ്കിൽ ടൈം ഡിലേ ഒക്കെ വരാം. ഫസ്റ്റത്തെ മൂവ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഡിലേ വരാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, അതിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളേക്ക്.